എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാദത്തെ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദത്തെ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. എന്റെ നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. എന്റെ മക്കൾക്കും എനിക്കും സംഭവിച്ച നഷ്ടം. കൊല്ലത്തു നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ വന്ന വേണു അവഗണനയാൽ കൊല്ലപ്പെട്ട് കൊല്ലത്തേക്ക് ശവപ്പെട്ടിയിൽ കയറി തിരിച്ചുപോയി. അൻവർ സാദത്ത് എന്ന സ്നേഹിതന് വേണു അയച്ചു നൽകിയിട്ടുള്ള ശബ്ദ സന്ദേശം നമ്മളെല്ലാം കേട്ടതാണ്. ആ ശബ്ദ സന്ദേശം തയ്യാറാക്കിയ ദിവസം തന്നെയാണ് വേണു മരണപ്പെടുന്നത്. മരണപ്പെട്ടതോടെ വേണു പരേതൻ എന്ന പദവിക്ക് അർഹനുമായി. അല്ലെ, ജീവനോടെ ചെന്ന വേണുവിന് അർഹമായതൊന്നും നൽകാൻ സാധിച്ചില്ല എങ്കിൽ പോലും പരേത പദവി നൽകി വേണുവിനെ ആദരിക്കാനുള്ള സന്മനസ് നമ്മുടെ മെഡിക്കൽ കോളേജ് കാണിച്ചു. എന്ന് മാത്രമല്ല, വളരെ സുമംഗലിയായി വേണുവിനൊപ്പം ചെന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവിനെ വിധവാ പദവി നൽകി അംഗീകരിക്കാനും മെഡിക്കൽ കോളേജ് തയ്യാറായി എന്നുള്ളതാണ് നേര്. മാത്രവുമല്ല, അച്ഛനില്ലാമക്കൾ എന്ന നിലയിൽ വേണു സിന്ധു ദമ്പതികളുടെ 2 പെൺമക്കളുടെയും താതനില മെഡിക്കൽ കോളേജ് പരിഷ്കരിച്ചു നൽകി. കൂടാതെ കൊല്ലം പത്മനയിൽ ഗൃഹനാഥൻ ഇല്ലാത്ത ഒരു വീടും മെഡിക്കൽ കോളേജ് നിർമ്മിച്ചു നൽകി. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തൊട്ടയൽവാസി എന്ന നിലയിൽ ഈ പോങ്ങന് ആ ആതുരാലയത്തെ ഓർത്ത് വളരെ വലിയ അഭിമാനം മാത്രമേ ഉള്ളൂ. വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ കരച്ചിൽ പോങ്ങൻ കണ്ടു. വായിക്കുന്ന പുസ്തകം, കാണുന്ന സിനിമ, കേൾക്കുന്ന വാർത്ത, അറിയുന്ന സംഭവം എന്നിങ്ങനെ എന്തിൽ നിന്നെങ്കിലും കണ്ണീർ പൊഴിക്കാൻ ഒരവസരം ലഭിച്ചാൽ അത് പാഴാക്കാതെ നല്ലോണം മുഴുകി കരയുന്നവനാണ് ഈ പോങ്ങൻ. എന്നിട്ട് കൂടി സിന്ധുവിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് അമർഷവും അരിശവും മാത്രമാണ് ഉണ്ടായത്. ദേഷ്യം തോന്നണ്ട, തക്കതായ കാരണമുണ്ട്. ഭർത്താവിന് രസ്യൻ പരേതത്വം, സിന്ധുവിന് 1ാം തരം വൈധവ്യം, മക്കൾക്ക് തികഞ്ഞ അച്ഛനില്ലായ്മ, വീടിന് ഉഗ്രൻ നാഥരാഹിത്യം, മൊത്തത്തിൽ ലക്ഷണമൊത്ത അനാഥത്വം. ആ സ്ത്രീക്ക് ഇത്രയും നൽകാൻ മെഡിക്കൽ കോളേജ് തയ്യാറായി. ഓർക്കണം, എന്നിട്ടും തൃപ്തിയാവാതെ അവരിങ്ങനെ കരയുന്നത് കാണുമ്പോൾ പൊങ്ങനെ പോലെ സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ നിയമങ്ങളെ അനുസരിക്കാൻ തക്ക പരിഷ്കൃത ബുദ്ധിയുമുള്ള ഒരു മനുഷ്യന് അമർഷം തോന്നുക വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ലേ? തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഒരുപാടൊക്കെ പറഞ്ഞ ആരെയും മുഷിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. വേണുവിന്റെ മരണത്തെ ഓർത്ത് വിലപിക്കേണ്ടവർ വിലപിച്ചു, സർക്കാരിനെ വിമർശിക്കേണ്ടവർ വിമർശിച്ചു, മെഡിക്കൽ കോളേജിനെ കുറ്റപ്പെടുത്തേണ്ടവർ കുറ്റപ്പെടുത്തി. വേണു മരണം കൊണ്ട് മാധ്യമധർമ്മക്കാരന്മാർ വാർത്താ ശില്പങ്ങൾ തീർത്തു. പ്രതികരണ തൊഴിലാളികൾ അക്കൗണ്ടിലെ നാണയമണികളായി വേണു മരണത്തെ നാവാട്ടിയെടുത്തു. സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വേണു മരണത്തെ അപഗ്രഥിച്ച് അഭിപ്രായമാക്കി സമൂഹത്തെ ഊട്ടി. പ്രതിപക്ഷ കക്ഷികൾ കൊരവള്ളി പൊട്ടുമാർ വേണു മരണത്തിൽ പ്രതിഷേധിച്ചു. സർക്കാർ അനുകൂലികൾ അടിമരാഗത്തിൽ ന്യായീകരണ ഗാനം ആലപിച്ചു. ഇതിലും വലിയ അനീതികൾ പോലും ഞങ്ങൾ സഹിക്കുമെന്ന മട്ടിൽ പൊതുസമൂഹം സംയുക്തമായി നിസ്സംഗത പുലർത്തി. നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി വെടിപ്പായി ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പോങ്ങനെ നിങ്ങൾ ആരോടും ഒന്നും തന്നെ ഇനി എനിക്ക് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് പരേതപ്പെട്ട വേണുവിനോടും വൈധവ്യപ്പെട്ട സിന്ധുവിനോടുമാണ്. ആദ്യം പരേതവാസിയായിട്ടുള്ള നമ്മുടെ വേണുവിനോടൊരു കാര്യം പറയാം. വേണു, നമ്മളൊക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. പത്രത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരേ നിലയിലുള്ള സാമൂഹ്യ ബോധവും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ സ്നേഹിതനായിട്ടുള്ള അൻവർ സാദത്തിന് വേണു അയച്ച ശബ്ദ സന്ദേശം തീർച്ചയായിട്ടും അങ്ങനെ ഉറപ്പിക്കുന്നതാണ്. അത് ഉറപ്പിക്കും നമുക്ക് ഒരേ സാമൂഹ്യ ബോധമായിരുന്നു ഉള്ളതെന്ന്. അനുഭവിക്കുന്ന അനീതിയോടും അവഗണനയോടുമുള്ള പ്രതിഷേധവും അമർഷവുമാണ് ആ സ്വരത്തിൽ ഈ പോങ്ങൻ കേട്ടത്. നിലയ്ക്കാൻ മുട്ടി നിൽക്കുന്ന ഹൃദയവും കൺമുന്നിൽ എത്തി നിൽക്കുന്ന മരണവും ഭയമായി വേണുവിന്റെ സ്വരത്തിൽ കലർന്നിരുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നായയുടെ വില പോലുമില്ലാതെ ഗണിക്കപ്പെടുന്നതിലെ അമർഷവും രോഗികളെ സഹജീവികളായി കാണാത്ത ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധവും താങ്കളുടെ സ്വരത്തിൽ കാണാൻ പോങ്ങിന് പറ്റി എന്നുള്ളത് സത്യമാണ്. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ രോഗികളെ പരിശോധിക്കൂ എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വേണുവിന്റെ മരണത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെ ഈ സമൂഹത്തോടായി പറഞ്ഞത്. മരിച്ചതുകൊണ്ട് ഡോക്ടറുടെ ആ താതശൂന്യമായ ശബ്ദം വേണു കേട്ടിരിക്കില്ല, അല്ലേ? പക്ഷെ പോങ്ങനെ വേണുവിന് കേൾക്കാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ കഴിഞ്ഞേക്കുമെന്നല്ല, കഴിയും, ഉറപ്പാണ്. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കഴിയും. കാരണം ജീവനുണ്ടെന്നേ ഉള്ളൂ. ഞാനും മരിച്ചവൻ തന്നെയാണ് വേണു. ജീവിതമില്ലാതെ ജീവനോടെ കഴിയുന്ന സകലരും മരിച്ചവർ തന്നെയാണ്.
അതുകൊണ്ട് എൻ്റെ ശബ്ദം വേണു തീർച്ചയായിട്ടും കേൾക്കും. എന്നെ കേൾക്കാൻ തീർച്ചയായിട്ടും വേണുവിന് സാധിക്കും. പ്രോട്ടോകോൾ നോക്കാതെ മനുഷ്യപ്പറ്റോടെ രോഗികളെ പരിശോധിക്കാനുള്ള സന്മനസ് കാട്ടുന്ന ഡോക്ടർമാർ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രയോ പേരെ നമുക്കൊപ്പം നിലനിർത്താൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയുമായിരുന്നു, അല്ലേ? കുറഞ്ഞതൊരു 3 പതിറ്റാണ്ട് കാലമെങ്കിലും ഈ ലോകത്ത് ഇനിയും ജീവിക്കേണ്ട ഒരുവനായിരുന്നു വേണു. ആ വേണുവിനെയാണ് മധ്യവയസ്സിന്റെ തുടക്കത്തിൽ തന്നെ പ്രോട്ടോകോളാണ് കൊണ്ടുപോയത് പരലോകത്തേക്ക്, നാട് കടത്തി എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റം പ്രോട്ടോകോളിൻ്റെയാണ്. അതിന് വരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പ്രോട്ടോകോളിനെ മാനിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല വേണു. കാരണം നവംബർ 1 മുതൽ അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ പ്രബുദ്ധ കേരളം മാറിയ സംഗതി വേണു മരിക്കും മുന്നേ അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നവംബർ 1 വേണു മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നവംബർ 1 തൊട്ട് തലേന്ന് രാത്രി, നവംബർ 1 കൂട്ടാം, നവംബർ 1 വരുന്നത്. പറയാൻ വിട്ടു. ഈ പോങ്ങന്റെ വീടിന് മുന്നിലൂടെ ആവും കേട്ടോ വേണു മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അതുപോലെ പരേതപ്പെട്ട് പെട്ടിക്കകത്തായി വീട്ടിലേക്ക് മടങ്ങിയതും ഇതുവഴി തന്നെയാവണം. അതെന്തായാലും ജീവിച്ചിരിക്കെ വേണുവിനോട് ഒന്നും തന്നെ പറയാൻ പോകാൻ പറ്റിയില്ല. നമുക്ക് പരിചയപ്പെടാനും സാധിച്ചില്ല. ഇപ്പോഴിനി പറച്ചിലുകൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ചിലത് പറയാതെ പറ്റുകയുമില്ല. അതുകൊണ്ട് പറയാം. നവംബർ 1 മുതൽ കേരളത്തിൽ അതിദാരിദ്ര്യം നിരോധിക്കപ്പെട്ടു. ചാരായ നിരോധനമൊക്കെ സംഭവിച്ചതുപോലെ ഒരു നിരോധനം അതിദാരിദ്ര്യത്തെ നിരോധിച്ചു. അതായത് നവംബർ 1 മുതൽ നിരോധിക്കപ്പെട്ട അതിദാരിദ്ര്യവുമായി ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ശിക്ഷയെന്ന് അധികം ആർക്കും അറിയില്ല. അധികാരികൾ അങ്ങനെ ആരോടും പറഞ്ഞതായി എനിക്കും അറിവില്ല. എനിക്ക് തോന്നുന്നത് വേണുവിൻ്റെതൊരു അതിദാരിദ്ര്യ കൊലയായിരിക്കുമെന്നാണ്. അതിദാരിദ്ര്യ കൊല. അതായത് കഴിഞ്ഞ നവംബർ 1 മുതൽ അതിദാരിദ്ര്യം എന്നത് വധശിക്ഷ അർഹിക്കുന്ന തരം ഒരു സാമ്പത്തിക സാഹചര്യമാണെന്ന് വേണം മനസ്സിലാക്കാൻ. വേണു അങ്ങനെ മനസ്സിലാക്കണം. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അതിദാരിദ്ര്യവുമായി പിടിക്കപ്പെട്ടാൽ വധശിക്ഷ തന്നെ ലഭിക്കാൻ ഇടയുണ്ടെന്ന്, അങ്ങനെ ഉണ്ട് എന്ന് ഭയക്കേണ്ട നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാൻ പോലുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നു മാത്രമല്ല, ഒരു അതിദരിദ്രൻ പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത അന്തസ്സും അഭിമാനവും ന്യായബുദ്ധിയും പ്രതികരണശേഷിയും പ്രതിഷേധ ബുദ്ധിയുമൊക്കെ ഹൃദയം പിണങ്ങിയിരിക്കുമ്പോൾ പോലും ഭയം കൂടാതെ വേണു അങ്ങോട്ടേക്ക് പ്രകടിപ്പിച്ചു കളഞ്ഞു. പാവപ്പെട്ടവനായി ജീവിക്കണം, അതിദരിദ്രനായി തന്നെ കഴിയണം, അടിമയേക്കാൾ താഴെ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. സ്വാഭാവികമായും ഡോക്ടർമാർ പ്രോട്ടോകോളിൽ അങ്ങോട്ടേക്ക് പിടിമുറുക്കി. അതിൽ അതിശയമില്ല വേണു. സത്യത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനശാല എന്ന നിലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ സർക്കാർ പരിഷ്കരിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനശാല, അതായി നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. കൈക്കൂലി കൊടുക്കാൻ മാത്രമുള്ള ദാരിദ്ര്യ ഭദ്രത ഉള്ളവരെ പ്രോട്ടോകോൾ അനുഗ്രഹിക്കും. കൈക്കൂലി കൊടുക്കാൻ മാത്രമുള്ള ഒരു ദാരിദ്ര്യ ഭദ്രത, നമ്മുടെ ദരിദ്ര സാഹചര്യം അത്രയും പരുവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാൻ പാകത്തിനെങ്കിലും നമ്മളുടെ ദാരിദ്ര്യം ഒന്ന് ഇണങ്ങി നമ്മളോട് നിൽപ്പുണ്ട് എങ്കിൽ കുഴപ്പമില്ല, പ്രോട്ടോകോൾ അനുഗ്രഹിക്കും. പ്രോട്ടോകോൾ തെറ്റിച്ചു എന്ന് പറയുന്ന മനസാക്ഷിക്കുത്തില്ലാതെ ഉള്ളിൽ തട്ടി ചികിത്സിക്കാൻ കൈക്കൂലി ഉപകരിക്കുമെന്നാണ് പൊങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം. കൈക്കൂലി നിർബന്ധമാണ്. ഇവന്മാര് പൊറുക്കുന്നിടത്ത് വേണ്ടതുപോലെ കുനിഞ്ഞു കുമ്പിട്ട് കൊണ്ടേ നക്കാപ്പിച്ച കൊടുത്താൽ ഇവന്മാര് പരിശോധിക്കും. ശ്വാസം വലിച്ചു വിട്ടേ. വേണുവിന്റെ കൈവശമുണ്ടായിരുന്നത് സാധാ ദാരിദ്ര്യമായിരുന്നില്ല. കൈക്കൂലി കൊടുക്കാൻ പോലും അനുവദിക്കാത്തത്ര അതിമാരകമായ അതിദാരിദ്ര്യമായിരുന്നു യഥാർത്ഥത്തിൽ വേണുവിന്റെ അസുഖം. ഞാൻ അങ്ങനെ സംശയിക്കുന്നു. അതിദാരിദ്ര്യം വധശിക്ഷ അർഹിക്കുന്ന ഒരു മാറാരോഗമാണ് പ്രബുദ്ധ കേരളത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രോട്ടോകോൾ പോലും നിസ്സഹായമായി പോകുന്ന ഒരു മഹാമാറാരോഗം അതിദാരിദ്ര്യം. അതായത് അസുഖം കൊണ്ടല്ല, അതിദാരിദ്ര്യം കൊണ്ടാണ് വേണു കൊല്ലപ്പെട്ടതെന്ന സത്യം മരിച്ച നിലയ്ക്കെങ്കിലും വേണു വിശ്വസിക്കാൻ തയ്യാറാവണം എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന ഈ പോങ്ങനുണ്ട്.
വേണു കേൾക്കുമോ? അങ്ങനെ മനസ്സിലാക്കുമോ? അങ്ങനെ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. അതിദാരിദ്ര്യമായിരുന്നു വേണുവിൻ്റെ അസുഖം. ഹൃദയത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. പ്രോട്ടോകോൾ അനുവദിക്കുന്ന നിലയിൽ കൈക്കൂലി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയി. നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറയുന്ന അത്രമാത്രം നിലവാരമില്ലാതൊന്നും ആയിട്ടില്ല. ഹൃദയത്തിൻ്റെ എന്തു പ്രശ്നമുണ്ടെങ്കിലും പരിഹരിച്ചൊക്കെ എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പ്രോട്ടോകോൾ അതിന് ഉണർവ് കിട്ടണമെങ്കിൽ കൈക്കൂലി ചെല്ലണം. കൈക്കൂലി കൊടുക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് വേണുവിൻ്റെ ദാരിദ്ര്യം അതിദാരിദ്ര്യമായി മാറിപ്പോയി. അതാണ് സംഭവിച്ചത്. അർബുദത്തെക്കാൾ മാരകമാണ് അതിദാരിദ്ര്യം വേണു. അർബുദത്തെക്കാൾ മാരകമാണ് ഇന്ന് അതിദാരിദ്ര്യം. അതിന് പ്രബുദ്ധ നാട്ടിലുള്ള ചികിത്സ പ്രോട്ടോകോൾ പ്രയോഗമാണ്. പ്രോട്ടോകോൾ പ്രയോഗിച്ചു കളയും അതിദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ. വേണുവിൻ്റെ ആത്മാവ് ദയവ് ചെയ്ത് ഈ നാടിനോട് ക്ഷമിക്കുകയോ പൊറുക്കുകയോ ചെയ്യരുത് എന്ന് മാത്രമേ ഈ എളിയ പോങ്ങന് അഭ്യർത്ഥിക്കാനുള്ളൂ. പൊറുക്കരുത്, ക്ഷമിക്കരുത്. ഈ കപ്പലാടി ഉലയണം. ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടെങ്കിലും ആടി ഉലയണം, ഉലയ്ക്കണം വേണു. കപ്പൽ മുക്കണം. വേണുവിൻ്റെ ആത്മാവ് അത് ചെയ്യണം. ഇനി നവവിധവയായിട്ടുള്ള സിന്ധുവിനോട് ഒരൊറ്റ കാര്യം മാത്രം പോകാൻ പറയാം. വൈധവ്യ ബഹുമതി സ്വന്തമാക്കിയതിൽ സിന്ധുവിനെ ഞാൻ അഭിനന്ദിക്കാൻ ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഈ സഹോദരൻ അത് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും പരിഹാരം പകരാൻ കഴിയുന്ന ഒരു നഷ്ടമല്ല സിന്ധുവിനും മക്കൾക്കും സംഭവിച്ചതെന്ന് ഈ പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരുവൻ എന്ന നിലയിൽ എന്റെ സഹജീവിയായിരുന്നു തീർച്ചയായിട്ടും വേണു. സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ രക്തബന്ധമോ സ്നേഹബന്ധമോ സൗഹൃദ ബന്ധമോ പരിചിത ബന്ധമോ ഒന്നും തന്നെ വേണമെന്നില്ലല്ലോ അല്ലേ? വേണ്ട. എന്റെ സഹോദരീ സഹോദരന്മാരായി സിന്ധുവിനെയും വേണുവിനെയും ഗണിക്കാനുള്ള മനോബലം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. വേണുവിന് നേരെ പ്രോട്ടോകോൾ എടുത്തവരെ ശിക്ഷിക്കാനോ വേണു അനുഭവിച്ച അനീതികൾക്ക് പകരം ചോദിക്കാനോ ഉള്ള പാങ്ങൊന്നും ഈ പോങ്ങനില്ല. ഉള്ളത് സാഹോദര്യ ബുദ്ധിയോടെയുള്ള സഹായ സന്നദ്ധതയാണ്. തീർച്ചയായിട്ടും അതുമാത്രമേ ഉള്ളൂ പോങ്ങന്റെ കൈവശം, മനവശം. അതിദാരിദ്ര്യം നിരോധിക്കപ്പെട്ട ഈ നാട്ടിൽ ദരിദ്രരായി ജീവിക്കാൻ പോലും പണം ആവശ്യമുണ്ടല്ലേ? ഉണ്ണാനും ഉടുക്കാനും മാത്രമല്ല, ഇക്കാലത്ത് ഉയിരോടെ ഇരിക്കാനും ഒക്കെ പണം വേണം. കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ ഭാവി ഭദ്രമാക്കാനും തീർച്ചയായിട്ടും പണം നമുക്ക് ആവശ്യമുണ്ട്. എന്തിനും പണം വേണം. പലരുടെയും സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരുവൻ എന്ന നിലയിൽ നിങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പലരുടെയും സഹായം കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അതിലെനിക്ക് വലിയ നാണക്കേടൊന്നുമില്ല. കാരണം ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. എനിക്കൊരു തട്ടുകേട് വരുമ്പോൾ ഈ സമൂഹം സഹായിക്കാൻ സന്നദ്ധമാവുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു ശീലമാണ്, നല്ലൊരു നീക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരിച്ച് എൻ്റെ ഭാഗത്തുനിന്നും അത്തരം കാര്യങ്ങൾ സംഭവിച്ചേ മതിയാവൂ. കേവലം ഔദാര്യ പ്രകടനമായോ സഹായ വാഗ്ദാനമായോ അല്ല ഞാനിത് പറയുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള സാഹോദര്യ ബുദ്ധിയോടെയും വളരെ വലിയ ചുമതലാബോധത്തോടെയും മാത്രമാണ് ഞാൻ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നല്ല നിശ്ചയമുണ്ട്. പെൺമക്കളെ കളക്ടറും ഡോക്ടറും ഒക്കെ ആക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ ആ ആഗ്രഹത്തെ തീർച്ചയായിട്ടും പോകാൻ വലിയ നിലയിൽ മാനിക്കുന്നുണ്ട്. അവർ ഉന്നത നിലയിൽ എത്തിയാൽ ഈ സമൂഹത്തിന് ഗുണമാവുന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണു സിന്ധു ദമ്പതികളുടെ ആ പെൺകുഞ്ഞുങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതെന്റെ ബോധ്യമാണ്. ഈ പ്രോട്ടോകോൾ ഒന്നും നോക്കാതെ തികഞ്ഞ മാനവിക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മകളെ അല്ലെങ്കിൽ മക്കളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ട് വേണം വേണുവിന്റെ ആത്മാവ് ഈ പ്രബുദ്ധ സമൂഹത്തോട് പ്രതികാരം ചെയ്യാൻ. അങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. വേണുവിന് വേണ്ടി അത് സാധിച്ചു നൽകേണ്ടത് ഈ സമൂഹത്തിന്റെ കടമയാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമൂഹത്തിനൊപ്പം എന്നാൽ കഴിയുന്ന വിധം ഞാനും ഒപ്പമുണ്ടാവും. കൂടുതലായൊന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടയായാൽ 9846847888 എന്ന നമ്പറിൽ ഒരു സന്ദേശം സിന്ധു ഈ സഹോദരന് അയക്കണം. ഇല്ലെങ്കിൽ വേണുവിന്റെ വീട്ടിലേക്കുള്ള വഴി എൻ്റെ മുന്നിൽ പ്രകൃതി തെളിച്ചു തന്നിരിക്കും, ഉറപ്പായിട്ടും. ഞാൻ നിങ്ങളെ മറക്കില്ല, വെറും വാക്കല്ല, മറക്കില്ല. ഇനിയിപ്പോൾ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാൻ സന്മനസ് കാട്ടിയിട്ടുള്ള എൻ്റെ രക്ഷകർത്താക്കളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം അവസാനിപ്പിക്കാം. ഉത്തരവാദിത്വമുള്ള ഒരു സാമൂഹ്യ ജീവിയായി എന്നെ ജീവിക്കാൻ അനുവദിക്കുകയും അതിന് പ്രാപ്തി പകരുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ എൻ്റെ രക്ഷകർത്താക്കൾ തന്നെയാണ്. ഒരിക്കലും ഞാൻ സ്വാർത്ഥ ബുദ്ധിയോടെ ജീവിക്കുകയേയില്ല.
ഇത് നിങ്ങൾക്ക് ഈ പോങ്ങൻ തരുന്ന വാക്ക്. സ്നേഹാദരങ്ങൾ എപ്പോഴും നിങ്ങളോടുണ്ടാവും. കാരണം നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഒരു സഹായം എന്ന് പറയുന്നത് എനിക്ക് മാത്രം ചെയ്യുന്നൊരു സഹായമായിട്ടല്ല ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ പ്രതിഫലനമാണത്. നിങ്ങളുടെ ദയയുടെ, നിങ്ങളുടെ കരുണയുടെ, നിങ്ങളുടെ ഭൂതദയയുടെ ഒരു പ്രകടനമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു കാര്യവും ചെയ്യുള്ളൂ. അങ്ങോട്ടേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ സന്തോഷം. ഇനിയിപ്പോൾ പൊതുസമൂഹത്തോടും കൂടി ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് ഈ വീഡിയോയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സ്വന്തം ആവശ്യത്തിനായി ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ പൊതുസമൂഹമേ. ഞാനങ്ങനെ ചെയ്യില്ല. ലഭിക്കുന്ന തുക ഏതെങ്കിലും അതിദരിദ്ര രോഗിക്ക് പ്രോട്ടോകോൾ കടാക്ഷത്തിനുള്ള കൈക്കൂലിയായി ഞാൻ നൽകിയിരിക്കും. കൈക്കൂലി കൊടുക്കാനായി ഞാൻ നൽകിയിരിക്കും. അവർക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കുകയല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഡോക്ടർക്ക് പ്രോട്ടോകോൾ പ്രയാസം കൂടാതെ, അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറയുന്ന മനസാക്ഷി കുത്തില്ലാതെ പാവപ്പെട്ട അതിദരിദ്രരായിട്ടുള്ള ആളുകളെ ഒന്ന് പരിഗണിക്കാൻ കഴിയുന്ന നിലയിൽ അവരോട് നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം ആഞ്ഞു വിടൂ, ശ്വാസം ഉള്ളിലേക്കെടുക്കൂ, പുറത്തേക്കിടൂ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു മനോഭാവം അവരിൽ ഉണ്ടാക്കാൻ പാകത്തിന് കൈക്കൂലി കൊടുക്കാൻ കഴിയുന്ന വിധം പോങ്ങൻ്റെ ഈ വീഡിയോയുടെ ആ വരുമാനം മുഴുവനായിട്ടും ഞാൻ സംഭാവന ചെയ്തിരിക്കും. പോങ്ങൻ്റെ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചവർക്ക് അതിൻ്റെ പുണ്യം ഞാൻ സമർപ്പിക്കുകയും ചെയ്യും. പുണ്യവും വേണ്ട പോങ്ങന്. ജീവിതമില്ലാത്ത പോങ്ങൻ എന്തിനു പുണ്യം? ജീവൻ മാത്രമുള്ള പോങ്ങന്. അതുകൊണ്ട് പോങ്ങന് പുണ്യവും വേണ്ട. ജീവിതമില്ലാ പോങ്ങന്, ജീവൻ മാത്രമുള്ള പോങ്ങന് പുണ്യം പോലും വേണ്ട. വളരെ സ്നേഹം, സന്തോഷം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ഇനിയും വേണുമാരുണ്ടാവാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു മനസ്ഥിതി നമ്മുടെ പ്രോട്ടോകോളിനുണ്ടാവട്ടെ എന്ന് മാത്രമേ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ സഹജീവികളോടും പോകാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കാണാം.